ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാന് ചുറ്റും പാളയമിറങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധഭീഷണിയിലാണുള്ളത്. നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. കാരണം ഇറാനാണ്. ഇറാൻ എപ്പോഴും നെഗോസിയേഷൻ നടത്തും, അതിൽ നിന്ന് പിന്മാറും. ഈ ഒരു തന്ത്രം അവർ പല നാളുകളായിട്ട് സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ 49 വർഷമായിട്ട് അമേരിക്കയായിട്ട് ഉള്ള നെഗോസിയേഷൻ നടക്കുന്നതാണ് അമേരിക്കയുടെ വാദം. ട്രംപ് പറയുന്നത് ഒന്നും നടന്നില്ല. 1 മാസത്തെ വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അടിയിൽ വന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഭരണമാറ്റം തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ഗവൺമെൻറ് എക്സ്ട്രീം മുസ്ലിം ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ മാറ്റുന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവരെ മാറ്റി മറ്റൊരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നതൊക്കെ ഉള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 49 വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ ഇതിലോട് നമ്മൾ കൂടി വായിക്കുമ്പോൾ അവർ എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു ആ നാട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ അമിതമായ ഈ ജാതീയ ഭ്രമം അത് ഏത് രാജ്യത്തിലും അപകടമാണ്. അത് ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും. നേപ്പാളിനെ നമുക്കറിയാം. ഹിന്ദുത്വത്തിലേക്ക് നേപ്പാൾ പോയി അവസാനം എങ്ങനെയാണ് നേപ്പാൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ഭരണമാറ്റം എങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ഒരു എക്സ്ട്രീം ലെവലിൽ, ഒരു സ്ട്രിക്റ്റ് ലെവലിൽ ഒരിക്കലും മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഫ്രീഡത്തോടു കൂടിയാണ്. അവന് ഫ്രീഡം ഇല്ലെങ്കിൽ അവന് ശ്വാസം മുട്ടും. ശ്വാസം മുട്ടിയാൽ അവൻ പ്രതികരിക്കുമ്പോൾ അത് പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാവും. അത് ലോകത്തിൻ്റെ നിയമമാണ്. കാരണം ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സൃഷ്ടിതാവിൻ്റെ പ്രവർത്തനത്തിന് എതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് മതം മാറുമ്പോൾ അത് വ്രണപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യൻ്റെ ഹൃദയങ്ങളെയാണ്. അപ്പോൾ അവർ പ്രതികരിക്കും. അതിൽ ജാതിയോ മതമോ വംശമോ ഒന്നുമില്ല, പ്രായവ്യത്യാസവും ഇല്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും മിഡിൽ ഈസ്റ്റ് സമാധാനം നിലനിൽക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടയാകട്ടെ, കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ. മലയാളികൾ ഒത്തിരി പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്.